മക്കളെ വേഗം പൊക്കോ പുറത്തേക്ക് വേഗം പൊക്കോട്ടോ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇനി അടച്ചു പൂട്ടിയിരിക്കണ്ട. വേഗം പൊക്കോ. കൊത്തി. ആഹാ മക്കളെ, ഇന്ന് നമ്മൾ പോണ നമ്മുടെ ട്രിപ്പ് എന്ന് പറയണത് നല്ല അടിപൊളി സ്ഥലമാണ്. UAE തന്നെ ഒരു 230 ഏക്കർ സ്ഥലത്ത് ഫുള്ള് കൃഷി, സൂ, അങ്ങനെ നല്ല അടിപൊളി ഏരിയ. ഇതൊരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾ ഗൂഗിളിലോ മാപ്പിലോ എവിടെ സെർച്ച് ചെയ്താലും ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ നല്ല പാടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊരു ഫാമാണ് ആക്ച്വലി. ഇതിനകത്ത് നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, അതല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കൃഷികൾ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സുകൾ, ലൈക്ക് നമ്മുടെ ഒമാനിലുള്ള സലാല പോലെ. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കിത്ഫ. ഇത് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ റാസൽ കൈമ റോട്ടിലാണ്. അത് റാസൽ കൈമ നമ്മൾ പോണ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 500 മീറ്റർ മാറിക്കഴിഞ്ഞ ഒരു ചെറിയൊരു വഴിയുണ്ട്. അതൊരു ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയാണ്. അതിൽ കൂടെ നമ്മൾ പോയാലാണ് നമുക്ക് ഈ പറയണ ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റുള്ളൂ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ UAE തന്നെയുള്ള ഒരു പെറ്റിംഗ് സൂല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എൻട്രൻസിന് നമുക്ക് വരുന്നത് വെറും 10 ദിർഹംസാണ്. ബട്ട് ഇവിടെ കാണാനായിട്ട് ഒരുപാടുണ്ട്. ഒരു 20 ഏക്കർ സ്ഥലത്ത് ഫുള്ള് മറ്റേ ഈത്തപ്പഴം, ഇങ്ങനത്തെ സൂ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ടോട്ടലി ഫ്രീ ആണ്. ബട്ട് ഈ സൂല് മാത്രം 10 ദിർഹംസിന് കൊടുക്കണം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പെറ്റിംഗ് സൂലെത്തി. ഈ പെറ്റിംഗ് സൂല് നമ്മൾ പേയ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ അവർക്ക് ബോട്ടിംഗ് ത്രൂവോ അതല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ആയിട്ടോ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല. പിന്നെ കാർഡ് പേയ്മെന്റ് അങ്ങനെയൊന്നുമില്ല. മാക്സിമം നമ്മളവിടെ പോകുമ്പോൾ ക്യാഷ് ആയിട്ട് ഒരു 10 ദിർഹംസ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പെർ ഹെഡിനുണ്ടോ 10 ദിർഹംസ്. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് പെറ്റിംഗ് സൂലേക്കുള്ള എൻട്രൻസ് കിട്ടുള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ പെറ്റിംഗ് സൂവിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ കയറുമ്പോൾ തന്നെ ഒരുപാട് മൃഗങ്ങൾ നമുക്കിവിടെ ഈസിയായിട്ട് കാണാൻ പറ്റും. ഇത് പറയണ പോലെ വലിയൊരു സൂ അല്ല, ബട്ട് ചെറുതാണ്. നമ്മുടെ മനസ്സിനെ മാക്സിമം തൃപ്തിയാക്കും. നമുക്ക് ഇറ്റങ്ങളുടെ കൂട്ടിലേക്ക് നമുക്ക് കയറി നമുക്ക് ഇതങ്ങളെ തൊടാനും ഇവരുടെ അടുത്ത് ഇങ്ങനെ നടക്കാനും എല്ലാവരും പറ്റണം. നല്ലൊരു അടിപൊളി സൂ ആണ്. സോ എനിക്ക് ആക്ച്വലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ UAE തന്നെ ഒരു 7-8 സൂര് ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് വിസിറ്റ് ചെയ്തതിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ, ഒരുപാട് ആനിമൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ നമ്മൾ 50 ദിർഹംസ് 30 ദിർഹംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താ ജസ്റ്റ് ഇങ്ങനെ കണ്ട് പോവാം. പക്ഷേ ഇവറ്റങ്ങളുടെ അടുത്ത് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇതെന്ന് പറഞ്ഞാൽ വെറും 10 ദിർഹംസിന് മാക്സിമം ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഇത് ഇത്ര വലിയ ഒട്ടക പക്ഷി, ഇതിനെ ഞാൻ പിഗ്മീസൂല് പോയിപ്പോൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ആൾക്കാർ ഫുഡ് കൊടുക്കണതും കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് അത് നമ്മൾ ഇവർക്ക് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. നമുക്ക് ആ താഴ്ത്ത് കിടക്കണ അവരുടെ ഫീഡിങ് ഫുഡുകളുണ്ട്, അത് ജസ്റ്റ് എടുത്ത് കൊടുത്താലും നമുക്ക് വേറെ നഷ്ടക്കാരെ അവരെ ഒന്നും പറയാനോ അല്ലെങ്കിൽ നമ്മളൊന്നും ചീത്ത പറയാനോ ഒന്നിനും ആരും ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പക്ഷേ വിഷം അങ്ങനെയുള്ളത് നമുക്ക് പുറത്തുനിന്ന് വന്നിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് പ്രോബ്ലമാണ്. ബട്ട് അവിടെ തന്നെയുള്ള സാധനങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. കാരണം അവിടുത്തെ ആൾക്കാർ തന്നെയായാലും നമ്മളെ മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് പുല്ല് ഞാൻ പറിച്ചു നേരെ കൊടുത്തു. എനിക്ക് ആ ഫസ്റ്റ് ടൈം കൊടുത്തപ്പോൾ ഒരു പേടിയുണ്ട്. കാരണം ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ തീറ്റ പിടിക്കണതും കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. കാരണം കൈ കടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടിയിൽ പേടിച്ച് കുറച്ചാണ് കേട്ടോ ഞാൻ ആക്ച്വലി കൊടുത്തത്. കുറച്ചുണ്ടായിരുന്നു പുല്ല്, പക്ഷേ അത് കടിച്ച് തിന്നണതും എൻ്റെ പേടിയും കാരണം ഇത് പകുതിയോളം നിലത്ത് പോയി. പിന്നെ ഞാനത് വീണ്ടും കൊടുത്ത് സംഭവം ഏകദേശം റെഡിയായി. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാളുവിനോട് പറഞ്ഞു, മാളു നീ ഒന്ന് ജസ്റ്റ് ട്രൈ ആക്കി നോക്ക്, കാരണം ഇതൊരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ആവും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ മാളുവിൻ്റെ അടുത്തേക്ക് പോയി മാളുവിൻ്റെ നിന്ന് ക്യാമറയും വാങ്ങിയിട്ട് നേരെ അവളോട് പറഞ്ഞത് ഈ ഇത്ര പുല്ല് നീ കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് മാളുവിനെ ഏൽപ്പിച്ചു. അവൾക്ക് പേടി ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് പിന്നീട് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവളത് കൊടുത്തു. അത് കഴിഞ്ഞതേ നമ്മൾ നേരെ വന്നു കഴിഞ്ഞിട്ട് കീരി പോലത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടു. പക്ഷെ കീരിയല്ല കേട്ടോ, ഇത് വേറെ എന്തോ ഒരു വെറൈറ്റി സാധനമാണ്. എന്താണെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല. ഈ കൂട്ടിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഞാൻ അപ്പുറത്തെ കൂട്ടിയിരുന്നത് സാധനത്തിന് നൈസായിട്ട് സൂം ചെയ്തു. ഇതിൽ
നമുക്ക് പുറത്ത് നോക്കുമ്പോൾ രണ്ടെണ്ണത്തിനെ കാണാൻ പറ്റും. പക്ഷെ അതല്ല, ഈ രണ്ടെണ്ണം മേ ബി ആ അമ്മയുടെ മക്കളായിരിക്കും. ആ കൂട്ടിൻ്റെ ഉള്ളിലൊരു അതിഥി ഉണ്ട്. ഇവരുടെ തന്നെ ഡിഫറെൻറ്റ് കളറിലുള്ളൊരു ആനിമൽ. മേ ബി ഇവരുടെ അമ്മയായിരിക്കും, ചിലപ്പോൾ മേ ബി ഇവരുടെ അപ്പനായിരിക്കും, എനിക്കറിയില്ല. സോ അതിനെയും കണ്ടു. അത് കഴിഞ്ഞത് നേരെ നമ്മുടെ മെയിൻ സ്ഥലത്ത് മയിലുകൾ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മെയിൻ സർവൻസ് എന്നോട് പറഞ്ഞു, ഈ അതിനെ തുറന്നു വിട്ടോളാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഇത് തുറന്നിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞു ഇതിൻ്റെ എല്ലാം ആയിട്ട് എൻ്റെ തലയിലുണ്ട്. ഇത് ഒരു മയിലിന് 10,000-4,000 ദിർഹംസ് വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നാലും വെച്ചിട്ട് നിന്ന സമയത്ത് അവൾ നീ തുറന്നു വിട്ടു, അത് പോയാലും തിരിച്ചങ്ങോട്ട് തന്നെ എത്തും, അത് വേറെ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി കിടക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തുറന്നിട്ട് ഇതേ പോടും നല്ല തൂവെള്ള മയിൽ. എൻ്റെ മോനെ അടിപൊളി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ നോർമൽ മയിൽ 2 അത് മാത്രമല്ല, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കൂട്ടിൽ വേറൊരാളും കൂടിയുണ്ട്, നല്ല ഹൈറ്റിൽ നല്ല പ്രായത്തിലുള്ളൊരു മയിൽ. അത് പുറത്തേക്ക് വരണില്ല. അത് മേ ബി എന്നെ കണ്ട് പേടിച്ചിട്ടായിരിക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ചങ്ങോട്ട് ബാക്കിലേക്ക് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ആശാന്തേ നൈസായിട്ട് മേളീന്ന് അങ്ങോട്ട് എടുത്ത് ചാടാനുള്ള പ്ലാനും. അങ്ങനെ ആശാൻ ഇപ്പം ചാടും ഇപ്പം ചാടും ഇപ്പം ചാടും എന്നും പറഞ്ഞിട്ട് ഫൈനലി അത് ചാടി. ഞാൻ ചാടിയപ്പോൾ ഞാൻ വിചാരിച്ചു മയിൽ ഇങ്ങനെ പീലി വിടർത്തുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞതേ മയിൽ നേരെ ആ പുല്ലുകളുടെ ഇടയിൽ അവരുടെ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് നേരെ നൈസായിട്ട് അങ്ങോട്ട് നടന്നു. ആക്ച്വലി ഇത് നല്ല രസമായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ നല്ല എക്സ്ട്രീം അനുഭവം. ഈ UAE മരുഭൂമി അത് ഇതൊക്കെ പോയി വണ്ടി ഇതൊക്കെ ആയിട്ട് നടക്കണേലും വളരെ നല്ലൊരു മൊമെൻ്റാണ് ഈ ഒരു മൊമെൻറ്റ്. പിന്നെ നമുക്ക് കാണാൻ ഒരു വലിയൊരു കൂടിൻ്റെ ഉള്ളിൽ ഒരു മാൻ. എനിക്ക് തോന്നുന്നു അവൻ കുസൃതിയാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അവനെ മാത്രം ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിരുന്നത്. പിന്നെ കോഴി, താറാവ്, ആ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡിഫറെൻറ്റ് താറാവുകളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. പിന്നീട് ഞാനത് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ബട്ട് ആക്ച്വലി ഇതൊരു എന്താ പറയുക, നല്ല വെറൈറ്റി ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു പെറ്റിങ്സ് പോലെ ഈ ഒരു ജേണി. ആക്ച്വലി ഞാൻ ഇത് ഏതോ ഒരാളുടെ റീൽസ് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ പോയൊരു സ്ഥലം കൂടിയാണ്. ലൈക്ക് റിയലി വേർത്തായി. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 10 ദിർഹം ടോട്ടൽ 20 ദിർഹംസിന് നമുക്കിത് നല്ല രീതിയിൽ വർത്തായി. പിന്നെ ഇത് ഈ കാണുന്ന ഈ ഒരു ബേർഡ്, എന്താ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണാൻ ഒരു നല്ല രസമുണ്ട്. കാരണം മേത്ത് മുഴുവൻ രോമം. എമു ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, പക്ഷേ എമു അല്ല. ഇത് എന്താണ് ബേർഡ് എന്നുള്ളത് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. കാരണം എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല, എനിക്ക് ജസ്റ്റ് കാണാനൊരു ക്രേസ് അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ മരയാട്. ഇത് നമുക്ക് എല്ലായിടത്തും UAE ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം ഈ മരയാട്. അതുകൊണ്ട് ഇതിനകത്ത് വലിയ പുതുമ ഉണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നല്ല ഒരു അനുഭവം തന്നെ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും മുതിർന്നവരായിട്ടും ആരായിട്ടും നമുക്ക് പോകാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്പോട്ടാണ്. ഇപ്പം ഈ ഒരുപാട് ആൾക്കാർ ഞാൻ പോയ സമയത്ത് ഈ സ്പോട്ടിൽ വന്നിട്ട് ഇതിൻ്റെ കാശ് കേട്ടിട്ട് ഇത് പോണത് വെർത്താണോ എന്ന് ചിന്തിച്ചിരിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 10 രൂപ പോണേലല്ല, ആ 10 രൂപ നിങ്ങൾക്ക് വെർത്താവും എന്നുള്ളത് കൺഫേമാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ ഞാൻ നോക്കിയപ്പോൾ വണ്ടടിച്ച് നിൽക്കാം. 10 രൂപയും കൊടുത്തിട്ട് ഈ ചെറിയ പെട്ട സ്ഥലത്ത് എന്തുണ്ടാവും? പക്ഷെ ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഈ കാണുന്നതാണ് ഈ മയിലിൻ്റെയും ഇവിടുത്തെ മൃഗങ്ങളുടെയൊക്കെയും ഫുഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളങ്ങനെ നിന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി, ഒരു ആട് അവിടെ കിടന്ന് തല ഉറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മയിൽ പീലി വിടർത്തി നിൽക്കണം. ഈ സംഭവം ഞാൻ UAE വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാധനം ലൈവായിട്ട് കാണുന്നത്. നാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു മയിൽ ഇങ്ങനെ പീലി ആടി നിൽക്കണത്. അത് എൻ്റെ ലൈഫിൽ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ മാക്സിമം അടുത്തുനിന്ന് തന്നെ അത് ഷൂട്ട് ചെയ്തു. പക്ഷേ ഈ പീലി വിടർത്തിരിക്കുന്ന സമയത്ത് മേ ബി നമ്മളിതിൻ്റെ അടുത്ത് തൊടാൻ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് പീലി താഴ്ത്തുന്നതല്ല, ചിലപ്പോൾ മേ ബി ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ അധികം അടുത്തേക്ക് പോവാതെ തന്നെ മാക്സിമം ഞാനത് ഷൂട്ട് ചെയ്തു. അത് ഞാൻ നോക്കി കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. കാരണം അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു, നല്ല രസമാണ്. സത്യം പറയാലോ, എൻ്റെ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യണതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. എനിക്കത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു മയിലിൻ്റെ ഒരു പീലി പറിച്ചെടുക്കണമെന്ന്. ഞാനത് അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ വേണമെങ്കിൽ പറിച്ചെടുത്തോ, പക്ഷെ കൊത്ത് കിട്ടാതെ നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല, കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ വയ്യ. ഇതാണ് നമ്മുടെ ചെമ്മരിയാട്. ഒരുപാട് ചെമ്മരിയാടിനെ നമുക്കിവിടെ കാണാൻ പറ്റും. UAE എന്നല്ല, ഏതൊരു കൺട്രിയിലും
ഒരുപാട് ബിസിനസ് നടത്തുന്ന ഒരു മുതലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ രോമം പറിച്ചെടുത്ത് മറ്റേ പുതപ്പ്, കമ്പിളി പുതപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് എല്ലായിടത്തും ഏത് ഫാമിൽ പോയാലും നമുക്ക് ഒരുപാട് ചെമ്മരിയാടുകളെ നമുക്ക് കാണാൻ പറ്റും. ഞാനത് കണ്ടിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ആ മയിലിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. കാരണം എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യണതുകൊണ്ട് എനിക്കിത് അതിൻ്റെ അടുത്തുനിന്ന് പോരാൻ തന്നെ തോന്നണില്ല. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു, സത്യം പറയാലോ. നല്ല രസം കാണാനായിട്ട്. ചെറിയൊരു തലയും അതിൻ്റെ 3 ഇരട്ടിയുള്ള പീലി. എൻ്റെ മോനെ അടിപൊളി. അങ്ങനെ ഞാനും ആളെല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞ് തിരിച്ച് നടക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ആൾക്കാർ, നാട്ടിലെ ആട്, സെയിം നമ്മുടെ നാട്ടിലെ ആട്, ജമുന പേരി, അങ്ങനെ വെറൈറ്റി ആടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നോർമൽ ആട് മാത്രമല്ല, ജമുനി പേരി ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആടുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിലെനിക്ക് വലിയ ക്രൈസ് തോന്നിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ആട്, പശു, താറാവ് ഇതൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് എനിക്കതിൽ വലിയ ക്രൈസ് തോന്നിയില്ല. UAE കണ്ടപ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്രിസ്മസിനൊക്കെ കാണുന്ന നമ്മുടെ മാനില്ലേ, ആ മാനെ ഞാൻ കണ്ടു. കാരണം നമ്മുടെ തലയിൽ മറ്റേ മഞ്ഞ് വീണ ടൈപ്പിൽ എഫക്റ്റുള്ള രോമമുള്ള നല്ല വെറൈറ്റി മാനുകൾ. എൻ്റെ മോനെ ഇത് കണ്ട വഴി തന്നെ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ചേഞ്ച് ആയി. കാരണം നോർമൽ മാനുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ എന്താ പറയുക, വെള്ള കളറ് തലയിൽ മറ്റേ കൊമ്പിൽ രോമമുള്ള മാനുകൾ, അതൊരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. അത് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ എക്സ്പീരിയൻസ് ചെയ്തത്. അതെനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. വന്ന ആ ഒരു ട്രിപ്പിന് ദുബായിൽ നിന്ന് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 120 കിലോമീറ്റർ ട്രാവൽ ചെയ്ത്, 120 കിലോമീറ്റർ പ്ലസ് ഒരു 5 കിലോമീറ്റർ ഓഫ് റോഡും കൂടി ഓടിയിട്ടാണ് നമ്മൾ ഈ വരുന്നത്. അത് കൂടാതെ 10 ദിർഹംസ് കൊടുത്തു നമ്മളിത് കാണാൻ വന്നു. അത് റിയലി നല്ല രീതിയിൽ തന്നെ പുറത്ത്, നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ. നമ്മൾ വീണ്ടും നമ്മുടെ മയിലുകളെ കണ്ടു. അത് കഴിഞ്ഞ് നമുക്ക് കഴിഞ്ഞു, ഇനി നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ. കാരണം ഒന്നാമത്തത് UAE ചൂട് നല്ല എക്സ്ട്രീം ലെവലിലായതുകൊണ്ട് സത്യം പറയാൻ പറ്റണുണ്ടായിരുന്നില്ല, ചൂട് സഹിച്ച് നിൽക്കാൻ എന്ന് പറയണത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മൈൻഡ് ഒരു റിലാക്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മെയിൻലി ഇവിടെ നിന്നത് തന്നെ. അങ്ങനെ നമ്മുടെ താറാവുകളെ, മയിലിനെ, ഇതിനൊക്കെ ഒന്ന് കാണാൻ എന്നുള്ള രീതിയിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആ കൂട്ടിലേക്ക് അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് താറാവുകളെ കണ്ടു. അപ്പോഴാണ് ദൂരെ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ അഴിച്ചു വിട്ട മയിൽ, വെള്ള കളർ മയിൽ പീലി വിടർത്തി അവിടെ നിന്ന് നൃത്താടിക്കൊണ്ടിരിക്കുന്നു. നേരെ അതിൻ്റെ അടുത്തേക്ക് ഞാൻ വെച്ചലക്കി പിടിച്ചു. കാരണം ഓടിച്ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ചിലപ്പോൾ വേഗം പീലി താഴ്ത്തും. അതുകൊണ്ട് ഞാൻ വേഗം ഇതിൻ്റെ അടുത്ത് പോയി. കാരണം നോർമൽ മറ്റേ ടൈപ്പ് മയിലുകളെ നിങ്ങൾ കണ്ടു, ഈ വെള്ള ടൈപ്പ് മയിലിൻ്റെ പീലി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഫീൽ, നല്ല പ്യുവർ, ലൈക്ക് ഫ്രഷ്. എന്താ പറയുക, എനിക്ക് പറയാനറിയില്ല ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. അത് നമ്മളെ കണ്ടുമ്പോൾ നാണം കുണുങ്ങി തിരിഞ്ഞിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കോട്ടേക്ക് പോകും, പിന്നെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അങ്ങനെ അടുത്ത് ചെന്നു, നൈസായിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞു. അപ്പോൾ പോകണം നമ്മുടെ നേരത്തെ അയച്ചുവിട്ട് വേറെ കളർ മയിൽ. അങ്ങനെ അതിൻ്റെ അടുത്ത് ചെന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മളതിൻ്റെ വ്യൂ അങ്ങോട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ അതിനെ തൊടാൻ ചെന്നപ്പിക്കാത്തത് നേരെ പീലി താഴ്ത്തി. പക്ഷേ എനിക്ക് അതിൻ്റെ പീലിമ ജസ്റ്റ് ഒന്ന് തൊടണമെന്നൊരാഗ്രഹം കൊണ്ട് ഞാനത് നൈസായിട്ട് തൊടാമെന്നുള്ള രീതിയിൽ നേരെ അതിൻ്റെ അടുത്തേക്ക് പയ്യെ ചെന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട വഴി അത് വേഗം ഫൂന്നും പറഞ്ഞ് പോകാൻ നിന്നു. എത്രയ്ക്ക് ചാടിയാണെങ്കിൽ പിന്നെ നമ്മളതിനെ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഒരുത്തൻ നമ്മളെ കണ്ട് പേടിച്ച് പോകുന്നു. അപ്പോൾ അവൻ്റെ പിന്നാലെ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് നേരെ പോകാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നേരെ ഈന്തപ്പന തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മളടുത്തേക്ക് എത്ര കാണുമ്പോൾ ഡേഞ്ചർ എന്ന് വിചാരിച്ചാൽ നേരെ അങ്ങനെ നിൽക്കാം. അത് കഴിഞ്ഞ് നമ്മളെ കണ്ടപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഒളിച്ചു നിന്ന് നമ്മളെ നോക്കാം, നമ്മളവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ അത് വിട്ടു. നമ്മൾ നേരെ അയാളോട് ചോദിച്ചു, എനിക്കൊരു മയിൽപ്പീലി വേണം എന്നൊക്കെ അവിടെ പറഞ്ഞു. എന്നാലും ഈ പറിച്ചെടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ കൂട്ടി പോയി നോക്കി ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ കാണാൻ ഒന്നുമില്ല. അപ്പം ഞാൻ മൊത്തം എന്തായാലും ഒരെണ്ണെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തം കൂട് തപ്പാൻ തുടങ്ങി. അപ്പം എനിക്കൊരു ചെറിയൊരു തൂല് കിട്ടി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചെങ്കിലും വലുതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അങ്ങനെ നോക്കി നടന്നപ്പോൾ ഒരു കുഞ്ഞ മയിൽപ്പീലി കിട്ടി. എൻ്റെ മോനെ എന്ത് രസമായിരുന്നു എന്ന് പറയുമോ. കാരണം ഡ്യൂപ്ലിക്കേറ്റൊക്കെ നമുക്ക് നാട്ടിൽ അവിടെ ഇവിടേക്കും കിട്ടും, പക്ഷേ റിയൽ സാധനത്തിൻ്റെ നമുക്ക് കിട്ടാന്ന് പറയുന്നത് അടിപൊളിയാണ്. അങ്ങനെ വീണ്ടും നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിതും കൂടി എനിക്ക് കിട്ടി. അത് പക്ഷെ ഭയങ്കര കുഞ്ഞായിരുന്നു കേട്ടോ.
നേരത്തെ കിട്ടിയിട്ട് പിന്നെയും കുറച്ച് വലുതായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തപ്പാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ദൈവം ഈ മയില് കൂട്ടി തന്നെ ഇരുന്നിട്ട് ഒന്നും കാണാനില്ല. മേളിലും താഴത്തും ഒക്കെ ഞാൻ ഇരുന്ന് തപ്പാം, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. ആകെ ഈ ചെറുതും കുറച്ചും കൂടി വലിയതും കിട്ടി. ബട്ട് ഓക്കെ ഫൈൻ, കിട്ടിയല്ലോ, സന്തോഷം എന്നും പറഞ്ഞിട്ട് നേരെ ഞാൻ കൂട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. കൂട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ മയിൽപ്പീല് നിങ്ങളെയും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ ഒരു ഫാമിലേക്ക് ഞാൻ പോയി. അത് ടോട്ടലി ഫ്രീയാണ്, അതിൻ്റെ ഉള്ള ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ പോയി. നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറി പോലത്തെ ചെറി, മറ്റേ എന്താ പറയുക, കുറേ പേരയ്ക്ക, അങ്ങനെ ഒരുപാട് വെറൈറ്റി, ഫുള്ള് കൃഷി. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ നേരെ നോക്കിയപ്പോൾ ഒരു ഫാമിലി അവിടെ നിൽക്കണം. പിള്ളേർ മുഴുവൻ ഒരു ചെറിയ ടാങ്കിന് ചുറ്റും കിടന്ന് പരുതി കളിക്കണം. എന്താ സംഭവം എന്നറിയാൻ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ കുറേ മീനുകൾ, നമ്മുടെ ആഫ്രിക്കൻ മുഴിയാണോ അതോ നാട്ടിൽ കിട്ടണ വരാലാണോ എന്താണെന്നറിയില്ല, നല്ല അടിപൊളി മീനുകളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റി. എനിക്കോട് കറി വെച്ച് തിന്നാൻ പറ്റിയ സാധനങ്ങളാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി വലുതാവണം. ഇപ്പം ചെറിയ രീതിയിൽ ഫ്രൈ ആക്കാനുള്ള ടൈപ്പ് ആയിട്ടുള്ളൂ, വലിയ സൈസ് ആയിട്ടില്ല. എനിക്കോട് ബ്രാലാണെന്ന് എനിക്ക് തോന്നുന്നു മേ ബി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ കരിമ്പിൻ തോട്ടത്തിൻ്റെ ഫീല്, ഒരുപാട് കരിമ്പുകൾ അവിടെ മെയിൻലി എനിക്ക് കാണാൻ പറ്റി. യു എയിൽ നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും ചൂടത്ത് ഈ ഒരു ടൈപ്പിൽ ഫാം എന്ന് പറയണത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. പോസിബിളാക്കിയൊരു കൺട്രി, പോസിബിളാക്കിയൊരു സ്ഥലമാണ് ഈ കാണുന്നത്. കാരണം ഇങ്ങനെ ചൂടത്ത് ഓക്കെ ഈന്തപ്പഴം കാര്യങ്ങൾ നമുക്ക് ഓക്കെ, പക്ഷേ ഈ വാഴ, ചക്ക, മാങ്ങ, തേങ്ങ ഇതൊക്കെ കൃഷി ചെയ്ത് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ റിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണ ഒരു സ്ഥലമാണ് ഇത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുള്ള് ഈ കാണുന്നത് ഫുള്ള് ഈത്തപ്പഴം തോട്ടാണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ തൈ നമുക്ക് ഒരു 10 dirhams അല്ലെങ്കിൽ 5 dirhams കൊടുത്തോ നമുക്ക് വാങ്ങാൻ പറ്റും, നാട്ടിൽ കൊണ്ടുപോകാനോ നാട്ടിൽ കൊണ്ട് വളർത്താനായിട്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നേരെ ഒരു നല്ലൊരു ഏത്തപ്പഴത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നമുക്കിത് കാണുമ്പോൾ വലിയ കൗതുകം, പക്ഷേ യു എയിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ഓർഗാനിക്കലി ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇടാതെ വളർന്നു വന്ന നല്ലൊരു കിടിലൻ നേന്ത്രക്കോല. അതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ ഉണ്ടല്ലോ ഞെട്ടിപ്പോവും. നാട്ടിലൊക്കെ എന്ന് പറയുന്നത് ചെറിയൊരു ടൈപ്പിൽ വരണത്, ഇതെന്ന് പറയുന്നത് നല്ല വലിയ സാധനം. എൻ്റെ മോനെ അടിപൊളി ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫീല്. ഇത് ശരിക്കും നമ്മുടെ കേരളത്തിൽ വന്നൊരു ഫീലായിപ്പോയി. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് മൈൻഡ് കുറച്ച് റിലാക്സ് ആയി. കാരണം വലിയ ചൂട് തോന്നിയില്ല, കാരണം മൊത്തം മരങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് ഒരു തണൽ ഫീൽ ചെയ്തു. ഇത് നമ്മുടെ അടുത്തേക്ക് ഒരു പൂച്ച ഓടി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു. ഇത് കാണുന്ന ആൾക്കാരാണ് ഈ ഈത്തപ്പഴ സാധനങ്ങൾ, മരങ്ങൾ പാക്ക് ചെയ്ത് നമുക്ക് വിൽക്കാനും കാര്യങ്ങളിലൊക്കെ നമുക്ക് തരാം. നിങ്ങൾ ആദ്യം 20 രൂപ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 10 രൂപയ്ക്ക് തരാം, പിന്നെ 5 രൂപയ്ക്ക് ഡീലാക്കി, പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇതാ എന്തിൻ്റെയോ ഒരു കായാണ്, ഇതെന്താണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ അവരുടെ ഷെഡിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടതാണ്. ഇതാണ് നമ്മുടെ കരിമ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൂല് പോകാൻ മാത്രമേ പേയ്മെൻറ്റ് വരുള്ളൂ, ബാക്കി എല്ലാ സ്ഥലങ്ങളും ടോട്ടലി ഫ്രീ ആണ്. ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. കാരണം ഞാൻ ഇത് ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.